ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഏത് ചാപ്റ്റർ ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്? അൺചേഞ്ചിങ് റിലേഷൻ അഥവാ മാറുന്ന സംഖ്യകളും മാറാത്ത ബന്ധങ്ങളും. അപ്പോൾ ഈ ചാപ്റ്റർ നമ്മൾ എന്തൊക്കെയായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്? സംഖ്യകൾ മാറുന്നു, പക്ഷെ ആ സംഖ്യകൾ തമ്മിലുള്ള ബന്ധങ്ങൾ എന്ത് ചെയ്യുന്നില്ല, മാറുന്നില്ല. അപ്പോൾ അതിന് കുറച്ച് ഉദാഹരണങ്ങൾ ചെയ്തു, അത് പല പല റിസൾട്ടുകൾ നമ്മൾ പഠിച്ചു, അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലങ്ങൾ ചെയ്തു. ഇനി നമ്മൾ ആ ചാപ്റ്ററിന്റെ അവസാന ഭാഗത്തിലേക്ക് നമ്മൾ കിടക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ എന്നും ചെയ്യുന്നത് പോലെ നമുക്കൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, അടുത്ത റിസൾട്ടിലേക്ക് പോകാം. അപ്പോൾ ഞാൻ പ്രോബ്ലം ബോർഡിൽ എഴുതിയിടാം, നോക്കിക്കോ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് 3 സംഖ്യകളുണ്ട്. എന്നിട്ട് 3 സംഖ്യകളുണ്ട്. 3 സംഖ്യകൾ എനിക്ക് എടുത്തേക്കുന്നത് 40, 35, 2 എന്നീ സംഖ്യകളാണ് ഞാൻ എടുത്തേക്കുന്നത്. ഏതൊക്കെ സംഖ്യകൾ എടുത്തേക്കുന്നത്? 40, 35, 2 എന്നീ 3 സംഖ്യകൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി കണ്ടുപിടിക്കേണ്ടത്, ആദ്യമേ ഞാൻ 40നെ 2 കൊണ്ട് ഗുണിച്ചു. എത്ര കിട്ടി? 80 കിട്ടി. 40നെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്ര കിട്ടും? 80 കിട്ടും. അടുത്ത 35നെ എത്ര കൊണ്ട് ഗുണിച്ചു? 2 കൊണ്ട് ഗുണിച്ചു. എനിക്ക് എത്ര കിട്ടി? 70 കിട്ടി. ഇപ്പൊ ഈ 3 സംഖ്യകളുണ്ട്. ഏതൊക്കെയാ 3 സംഖ്യകള്? 40, 35, 2. ഞാൻ 40നെ 2 കൊണ്ട് ഗുണിച്ചപ്പോ 80 കിട്ടി. 35നെ 2 കൊണ്ട് ഗുണിച്ചപ്പോ 70 കിട്ടി. ഇനി ഈ 2 സംഖ്യകൾ കൂടി ആഡ് ചെയ്യണം, അഥവാ കൂട്ടണം, അവയുടെ തുക കണ്ടുപിടിക്കണം. അപ്പൊ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? 40 ഗുണം 2 അധികം 35 ഗുണം 2 ആണല്ലോ. എന്താ കണ്ടുപിടിക്കേണ്ടത്? 40 ഗുണം 2 അധികം 35 ഗുണം 2. അപ്പൊ എത്ര കിട്ടും? 40 ഗുണം 2ന്റെ വില എത്ര? 80 ആണല്ലോ. 80 പ്ലസ് 35 ഗുണം 2ന്റെ വില എത്ര? 70 ആണല്ലോ. അപ്പൊ 80 70 കൂടി കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 150 എന്ന് കിട്ടും. അപ്പൊ എന്താ നമ്മളിവിടെ ചെയ്തത്? 40, 35, 2 എന്നീ 3 സംഖ്യകള് ഞാൻ എന്ത് ചെയ്തു? 40നെ 2 കൊണ്ട് ഗുണിച്ചു. പിന്നെ എന്ത് ചെയ്തു? 35നെ 2 കൊണ്ട് ഗുണിച്ചു. ഈ 2 റിസൾട്ടുകൾ കൂടി കൂട്ടിയപ്പോൾ എത്ര എന്ന് കിട്ടി? 150 എന്ന് കിട്ടി. ഇതേ കാര്യം ഞാൻ മറ്റൊരു രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ 40 അധികം 35 ഗുണം 2 എന്ന് എഴുതി കഴിഞ്ഞാൽ ഈ ആൻസർ തന്നെയാണോ കിട്ടുന്നത്? നോക്കിയേ, 40 അധികം 35, 40 35 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 75 എന്ന് കിട്ടും. 40 35 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 75 എന്ന് കിട്ടും. 75നെ 2 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ എത്ര തന്നെ കിട്ടും? 150 എന്ന് കിട്ടും. അപ്പൊ എന്താ കിട്ടിയത്? നമ്മൾ രണ്ടായിട്ട് ചെയ്യുക. 40 അധികം 35 ഗുണം 2. ആദ്യമേ ഇവിടെ എന്ത് ക്രിയ ചെയ്തു? 40 35 കൂടി കൂട്ടുക എന്ന ക്രിയ ആദ്യമേ ചെയ്തു. അതിനെ എന്ത് ഗുണിച്ചു? 2 കൊണ്ട് ഗുണിച്ചു. അപ്പൊ എനിക്ക് എന്തെന്ന് കിട്ടി? 150 എന്ന് കിട്ടി. അപ്പൊ ഇവിടെ കിട്ടിയ സംഖ്യയും സെയിം, ഇവിടെ കിട്ടിയ ആൻസറും സെയിം. അപ്പൊ 2 മെത്തേഡ് ചെയ്താലും നമുക്ക് എന്താന്ന് കിട്ടി? ആൻസർ ഒരേ കണക്കാന്ന് കിട്ടി. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാവുന്നത്? അതിനെയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? അടുത്ത ഒരു പൊതു തത്വമായിട്ട് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ചെയ്ത കാര്യങ്ങൾ മനസ്സിലാക്കുക. ഞാൻ അടുത്ത പൊതു തത്വം വായിക്കാം. ആ പൊതു തത്വം വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ബാക്കിയുള്ള കണക്കുകൾ ഡിസ്കസ് ചെയ്യാം. ആ പൊതു തത്വം എന്താ പറയുന്നത്? ഫോർ ഓൾ നമ്പേഴ്സ് x, y and z, multiplying two numbers separately and adding gives same result as multiplying their sum by the numbers. ഒന്ന് മനസ്സിരുത്തി ഒന്ന് വായിച്ചു നോക്കിയേ. ഓരോ ടേം ബൈ ടേം ആയിട്ട് വായിച്ചു നോക്കി നമ്മൾ ഈ ചെയ്തേക്ക് കടന്ന് എന്ത് ചെയ്ത് നോക്കിയാൽ മതി? കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി. 3 നമ്പർ x, y, z എന്ന് പറയുന്ന 3 നമ്പറുകൾ എടുത്തു. പിന്നെ എന്താ പറയുന്നത്? ആ എക്സിനെയും വൈയെയും എന്തുകൊണ്ട് ഗുണിക്കുക? മൂന്നാമത്തെ നമ്പറായ z കൊണ്ട് ഗുണിക്കുക. അപ്പൊ എക്സിനെ എന്തുകൊണ്ട് ഗുണിച്ചു? z കൊണ്ട് ഗുണിക്കുമ്പോൾ എന്തെന്ന് കിട്ടും? xa ഗുണം z xz എന്ന് കിട്ടും. ya z കൊണ്ട് ഗുണിക്കുമ്പോൾ എന്ത് കിട്ടും? ya ഗുണം z yz എന്ന് കിട്ടും. ഇത് തമ്മിൽ കൂട്ടുന്നതിന് പകരം, അതായത് xz പ്ലസ് yz കണ്ടുപിടിക്കുന്നതിന് പകരം നമുക്ക് സെയിം റിസൾട്ട് എങ്ങനെയും കണ്ടുപിടിക്കാം? എക്സും വൈയും കൂടി കൂട്ടിയതിനു ശേഷം അതിനെ എന്തുകൊണ്ട് ഗുണിച്ചാൽ മതി? z കൊണ്ട് ഗുണിച്ചാൽ മതി. അതാണ് നമ്മളുടെ അടുത്ത പൊതു തത്വം, അതാ ജനറൽ റിസൾട്ട്. അപ്പൊ അതിനെ എങ്ങനെയാണ് നമുക്ക് ബീജഗണിത രൂപം അഥവാ ആൾജിബ്രായിക് എക്സ്പ്രഷൻ എഴുതാം? ഫോർ any three numbers x, y, z, xz plus yz എന്തിന് തുല്യമായിരിക്കും? x plus y into z ന് തുല്യമായിരിക്കും. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ എന്തൊക്കെയാ? xz 40 ഗുണം 2 അധികം 35 ഗുണം 2. അത് എന്തിന് തുല്യം? 40 അധികം 35 ഗുണം 2ന് തുല്യമാണ്.
ഓക്കെ ആണോ? ഇവിടെ എക്സിന്റെ ഭാഗത്ത് 40, ഇസഡിന്റെ ഭാഗത്ത് 2, വൈയുടെ ഭാഗത്ത് 35, ഇസഡിന്റെ ഭാഗത്ത് വീണ്ടും 2. അപ്പൊ ആ ഫോമിൽ തന്നെ കിടക്കണല്ലോ. എക്സ് സെഡ് പ്ലസ് വൈ സെഡ് എന്ന് പറയുന്നത് എന്തിന് തുല്യമാണ്? എക്സ് പ്ലസ് വൈ ഇൻറ്റു ഇസഡിന് തുല്യമാണ്. ഓക്കെ ആണല്ലോ? അപ്പൊ അതാണ് നമ്മുടെ ജനറൽ റിസൾട്ട്. ഈ റിസൾട്ട് നല്ല രീതിക്ക് എന്ത് ചെയ്തേക്കണം? കാണാതെ പഠിച്ചു വെച്ചേക്കണം. നമ്മൾ പ്രോബ്ലം തരുമ്പോൾ ഈ റിസൾട്ട് ആണ് അവിടെ ഉപയോഗിക്കേണ്ടതെന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. കുറെ പ്രോബ്ലങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏത് റിസൾട്ട് അവിടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു കണക്കിനെ ലഘൂകരിച്ച് ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്തിച്ചേരാം എന്നുള്ള കാര്യം നമുക്ക് കുറെ കണക്കുകൾ സ്വന്തമായി ചെയ്ത് നോക്കുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് ക്ലിയർ ആവും. അപ്പൊ ഈ ഒരു റിസൾട്ട് ഓക്കെ ആണല്ലോ? ആ റിസൾട്ട് നല്ല രീതിക്ക് ഒന്ന് വായിച്ച് ബുക്കിലേക്ക് പകർത്തി എഴുതണം. എന്നിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യും. അപ്പൊ ഇത്രയും ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മുടെ റിസൾട്ട് ഒന്നുകൂടെ ഞാൻ വായിക്കാം. ഫോർ ഓൾ നമ്പേഴ്സ് എക്സ് വൈ ആൻഡ് ഇസഡ് മൾട്ടിപ്ലൈങ് ടു നമ്പേഴ്സ് സെപ്പറേറ്റ്ലി ആൻഡ് ആഡിങ് ഗിവ്സ് the same result as multiplying their sum by the numbers. അതായത് x y z എന്നീ മൂന്ന് നമ്പറുകൾ എടുത്തു കഴിഞ്ഞാൽ xz plus yz കണ്ടുപിടിക്കുന്നത് എന്തിന് തുല്യമായിരിക്കും? x plus y into z ന് തുല്യമായിരിക്കും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്ത പ്രോബ്ലം ഉണ്ടല്ലോ. ഈ ഡിസ്കസ് ചെയ്ത പ്രോബ്ലത്തിൽ എന്തിനെ പറ്റിയാ പറയുന്നത്? xz plus yz, അതായത് xz ഉം yz കൂടി കൂട്ടാനാണ് പറയുന്നത്. ഇനി അടുത്ത നമ്മുടെ ഈ ചാപ്റ്ററിലെ അവസാനത്തെ റിസൾട്ട് പറയുന്നത് ഈ എക്സ് ഉം വൈ സെഡും കൂടെ എന്ത് ചെയ്യണം? കുറയ്ക്കണം. അപ്പൊ അതിന്റെ റിസൾട്ട് ഞാൻ ഇവിടെ എഴുതാം. ആ റിസൾട്ട് എഴുതിയിട്ട് അതുമായിട്ട് ഒരു പ്രോബ്ലം കൂടി ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു സെക്ഷന്റെ എക്സസൈസിലേക്ക് പോകാം. അപ്പൊ ഈ ഒരു എക്സസൈസോട് കൂടി നമ്മൾ എന്ത് തീരും? ഈ ഒരു ചാപ്റ്റർ ഇവിടെ തീരുന്നതാണ്. അപ്പൊ നോക്കി, ഇവിടെ മറ്റൊന്നുമില്ല. സെപ്പറേറ്റ്ലി ആൻഡ് ഇവിടെ എന്താക്കിയാൽ മതി? സബ്സ്ട്രാക്ടിങ് ആക്കിയാൽ മതി. സബ്സ്ട്രാക്ടിങ് ഈസ് difference by the number. അപ്പോൾ ആ ഒരു റിസൾട്ടിലേക്ക് എത്തിച്ചേരുന്നതിന് മുമ്പ് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കണക്ക് നമുക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഞാൻ നേരത്തെ എടുത്ത ഏതൊക്കെ നമ്പർ എടുക്കുക? 40, 35, 2 എന്നീ മൂന്ന് സംഖ്യകൾ എടുത്തു. നമ്മൾ നേരത്തെ എന്താ ചെയ്തത്? 40നെ 2 കൊണ്ട് ഗുണിച്ചു. 40നെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്ര എന്ന് കിട്ടും? 80 എന്ന് കിട്ടും. 35നെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്ര എന്ന് കിട്ടും? 70 എന്ന് കിട്ടും. അപ്പൊ നേരത്തെ ചെയ്തത് ഇത് എന്നാ കിട്ടുന്നത്? ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? നേരത്തെ കൂട്ടുകയായിരുന്നു ചെയ്തത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? ഈ രണ്ട് സംഖ്യകളുടെയും കൂടെ ഡിഫറൻസ് എടുക്കുക. അപ്പൊ കുറയ്ക്കാൻ പോവുക. അപ്പൊ എന്താ ചെയ്യുന്നത്? 40 ഗുണം 2 മൈനസ് 35 ഗുണം 2. അതിൽ നിന്ന് എന്ത് കുറയ്ക്കണം? 35 ഗുണം 2 കുറയ്ക്കണം. ആണല്ലോ? 40 ഗുണം 2ന്റെ വില എത്രയാണ് നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്? 80 ആണെന്ന് കണ്ടുവച്ചിട്ടുണ്ട്. 35 ഗുണം 2ന്റെ വില എത്രയാണെന്ന് കണ്ടുവച്ചിട്ടുണ്ട്? 70 ആണെന്ന് കണ്ടുവച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതാം? 80 മൈനസ് 70 എന്ന് എഴുതാലോ. 80ൽ നിന്ന് 70 പോയി കഴിഞ്ഞാൽ എത്ര കിട്ടുന്നത്? ആൻസർ കിട്ടുന്നത് 10 അല്ലേ? ആൻസർ കിട്ടുന്നത്. അപ്പൊ എന്ത് കിട്ടും? 10 എന്ന് കിട്ടും. അപ്പൊ ഇതേ ഒരു ആൻസർ നമുക്ക് വേറെ ഏത് രീതിയിൽ ചെയ്യാം? എങ്ങനെ ചെയ്യാം? x നമുക്ക് 40ൽ നിന്ന് 35 കുറച്ചാൽ ഒരു സംഖ്യ കിട്ടും. അതിനെ 2 കൊണ്ട് ഗുണിച്ചു നോക്കിയേ. 40ൽ നിന്ന് 35 പോയി കഴിഞ്ഞാൽ 5. 5നെ 2 കൊണ്ട് ഗുണിച്ചാലോ? 5 ഗുണം 2 എത്ര കിട്ടും? ഇതിനെ നമ്മൾ എങ്ങനെ എഴുതാം? 5 ഗുണം 2 സമം 10 എന്ന് എഴുതിക്കൂടെ? അപ്പൊ നമുക്ക് നേരത്തെ കിട്ടിയ ആൻസറും ഇപ്പൊ കിട്ടിയ ആൻസറും സെയിം തന്നെ അല്ലേ? അപ്പോ നമുക്ക് എന്താ പറയുന്നത്? 40 ഗുണം 2ൽ നിന്ന് 35 ഗുണം 2 കണ്ടുപിടിക്കാം. സോറി, കുറച്ച് കിട്ടുന്ന ആൻസർ കണ്ടുപിടിക്കാം. അതായത് 40 ഗുണം 2 മൈനസ് 35 ഗുണം 2ന്റെ ആൻസർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 40ൽ നിന്ന് 35 കുറച്ച് കിട്ടുന്ന സംഖ്യയെ എത്ര കൊണ്ട് ഗുണിച്ചാൽ മതി? 2 കൊണ്ട് ഗുണിച്ചാൽ മതി. ഇതാണ് നമ്മുടെ അടുത്ത റിസൾട്ട് പറയുന്നത്. അപ്പൊ ആ റിസൾട്ടിലേക്ക് പോവാം. ആ റിസൾട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ റിസൾട്ട് കണക്ക് ഇവിടെ ആ ഒരു ഇത് തന്നെയാണ്. അവിടെ നേരത്തെ സം പറഞ്ഞെടുത്ത് ഇവിടെ എന്ത് വരുന്നു? ഡിഫറൻസ് എന്ന് പറയുന്നു എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പൊ റിസൾട്ട് ഒന്ന് വായിച്ചു നോക്കിയേ. റിസൾട്ട് എന്താ പറയുന്നത്? ഫോർ ഓൾ നമ്പേഴ്സ് എക്സ് കോമ വൈ കോമ ഇസഡ് multiplying two numbers separately and subtracting. നേരത്തെ നമ്മൾ ആഡ് ചെയ്യുകയായിരുന്നു. ഇവിടെ നമ്മൾ എന്ത് ചെയ്തേക്കുക? സബ്സ്ട്രാക്ട്, കുറച്ചേക്കുക. and subtracting gives same result. നമുക്ക് ആ ഒരു റിസൾട്ട് എങ്ങനെയും കൂടെ കണ്ടെത്താം? multiplying their difference by the number. അതായത് ആദ്യത്തെ രണ്ട് സംഖ്യകളുടെയും കൂടെ ഡിഫറൻസ് എടുക്കുക. ആ ഡിഫറൻസിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? മൂന്നാമത്തെ സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് നമ്മുടെ സംഖ്യകൾ എന്തെന്നിരിക്കട്ടെ? എക്സ് വൈ കോമ ഇസഡ് എന്നിരിക്കട്ടെ. എക്സിനെ ഇസഡ് കൊണ്ട് ഗുണിച്ചു, എനിക്ക് എന്ത് കിട്ടി? എക്സ് സെഡ് കിട്ടി. വൈയെ ഇസഡ് കൊണ്ട് ഗുണിച്ചു, എനിക്ക് എന്ത് കിട്ടി? വൈ സെഡ് കിട്ടി. ഇനി എക്സ് സെഡിൽ നിന്ന് എന്ത് കുറയ്ക്കണം?
YZ കുറയ്ക്കണം. അപ്പോൾ XZ ൽ നിന്ന് YZ കുറയ്ക്കാൻ എന്ത് കണ്ടുപിടിച്ചാൽ മതി? X ൽ നിന്ന് Y കുറച്ച് കിട്ടുന്ന സംഖ്യയെ എന്തുകൊണ്ട് ഗുണിച്ചാൽ മതി? Z കൊണ്ട് ഗുണിച്ചാൽ മതി. ഇതാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലെ അവസാനത്തെ രണ്ട് റിസൾട്ടുകൾ. അപ്പോൾ ഈ രണ്ട് റിസൾട്ടുകൾ നല്ല രീതിക്ക് എന്ത് ചെയ്യുക? വായിച്ച് പഠിക്കുക. അട്ട് X Y Z എവിടെയൊക്കെയാണ് വരുന്നത് എന്നുള്ള കാര്യം നോക്കി മനസ്സിലാക്കി ഈ ഒരു ഇക്വേഷൻ ഇതേനൊക്കെ എന്ത് ചെയ്ത് വെച്ചേക്കുക? കാണാതെ പഠിച്ച് വെച്ചേക്കുക. ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണുമ്പോൾ എക്സസൈസിലേക്ക് പോകുമ്പോൾ നമുക്ക് ക്ലിയർ ആവും. അടുത്ത നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട എക്സസൈസുകളാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണിത്, എങ്ങനെയാണ് ഒരു ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ അതിനെ മറ്റൊരു ഫോമിലേക്ക് മാറ്റുന്നത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ രണ്ട് റിസൾട്ടുകൾ എന്ത് ചെയ്യുക? നല്ല രീതിക്ക് വൃത്തിയായി ബുക്കിൽ എഴുതുക. ഈ രണ്ട് ഇക്വേഷനുകൾ എന്ത് ചെയ്ത് വെച്ചേക്കുക? കാണാതെ പഠിച്ച് വെച്ചേക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ചാപ്റ്ററിലെ അവസാനത്തെ എക്സസൈസിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത് നല്ല രീതിക്ക് നോക്കി വെക്കും. അപ്പോൾ ഞാൻ എക്സസൈസ് ക്വസ്റ്റ്യനുകളിലൂടെ എഴുതുക. ഓരോ ക്വസ്റ്റ്യനും നമുക്ക് ചെയ്തു പോകാം. നമ്മളിപ്പോൾ 4 കണക്ക് ചെയ്യും. ബാക്കി കണക്കുകൾ ഹോംവർക്കായിട്ട് തരും. എല്ലാവരും എന്ത് ചെയ്യുക? സ്വന്തമായി ചെയ്ത് അതിന്റെ ആൻസർ അയച്ചു തരിക. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ദി ഫോളോയിങ് എന്നാണ് നമ്മൾ ആ ക്വസ്റ്റ്യന്റെ ഹെഡിങ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് 63 ഗുണം 12 മൈനസ് 37 ഗുണം 12 ഇതിന്റെ വില കണ്ടുപിടിക്കാനാണ് പറയുന്നത്. എന്ത് കണ്ടുപിടിക്കണം? 63 ഗുണം 12 പ്ലസ് 37 ഗുണം 12. നമ്മൾ ഈ കണക്ക് നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ നോർമലി എങ്ങനെയായിരിക്കും ചെയ്യുന്നത്? ആദ്യമേ 63നെ 12 കൊണ്ട് ഗുണിക്കും. 63നെ 12 കൊണ്ട് നമ്മൾ സൈഡിലേക്ക് ഗുണിച്ച് നോക്കും. പിന്നെ എന്ത് ചെയ്യും? 37നെ 12 കൊണ്ട് സൈഡിലേക്ക് ഗുണിച്ച് നോക്കും. ഈ രണ്ട് ആൻസറുകൾ കൂടി നമ്മൾ എന്ത് ചെയ്യും? കൂട്ടും. അതല്ലേ നമ്മൾ സാധാരണ ചെയ്യുന്നത്. പക്ഷെ അത്രത്തോളം സമയമെടുത്ത് നമ്മൾ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമ്മളിപ്പോൾ റിസൾട്ട് പഠിച്ചു കഴിഞ്ഞു. ഏതാ റിസൾട്ട്? XZ പ്ലസ് YZ കണ്ടുപിടിക്കാൻ X പ്ലസ് Y എന്തുകൊണ്ട് ഗുണിച്ചാൽ മതി? Z കൊണ്ട് ഗുണിച്ചാൽ മതി. ആ റിസൾട്ട് നമുക്ക് അറിയാലോ. അപ്പൊ ഇത് ആ ഒരു ഫോമിൽ കിടക്കുമല്ലേ. X നമുക്ക് കണ്ടെഴുതാൻ പറ്റും, Y കണ്ടുപിടിക്കാൻ പറ്റും, Z കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ X ന്റെ ഭാഗത്ത് എന്താ കിടക്കുന്നത്? 63. Z ന്റെ ഭാഗത്തോ 12, Y യുടെ ഭാഗത്തോ 37. അപ്പൊ എക്സും വൈയും ഇസഡും എല്ലാം നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ കിട്ടി. അപ്പൊ നമുക്ക് നോക്കി നമുക്ക് എന്താ റിസൾട്ട് അറിയാവുന്നത്? XZ പ്ലസ് YZ എന്ന് പറയുന്നത് എന്തിന് തുല്യോ? X പ്ലസ് Y ഇൻറ്റു ഇസഡിന് തുല്യമാണ്. ഓക്കെ ആണല്ലോ. XZ പ്ലസ് YZ എന്ന് പറയുന്നത് X പ്ലസ് Y ഇൻറ്റു ഇസഡിന് തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, ഇത് എന്തിന് തുല്യമാണെന്ന് എഴുതാം? 63 അധികം 37 ഗുണം 12 തുല്യമാണ്. ഓക്കെ ആണല്ലോ. 63 അധികം 37 ഗുണം 12 തുല്യമാണ്. 63 37 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടുന്നത്? 100 അല്ലേ? 100 കിട്ടും. 63 അധികം 37 എത്ര കിട്ടും? 100 കിട്ടും. അപ്പൊ ഈ റിസൾട്ട് എങ്ങനെയായിട്ട് മാറും? 100 ഇൻറ്റു 12 എന്നായിട്ട് മാറും. അപ്പൊ ഒരു സംഖ്യയെ 100 കൊണ്ട് ഗുണിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 2 0 കൂടി ആ സംഖ്യയ്ക്ക് അപ്പുറം കൊടുത്താൽ പോലെ. അപ്പൊ ആൻസർ എത്ര എന്ന് കിട്ടും? 1200 എന്ന് കിട്ടും. അപ്പൊ ഓക്കെ ആയോ? നമുക്ക് 63നെ 12 കൊണ്ട് ഗുണിച്ച് അതിന്റെ ആൻസർ കണ്ടുപിടിക്കേണ്ടി വന്നില്ല. 37നെ 12 കൊണ്ട് ഗുണിച്ച് അതിന്റെ ആൻസർ കണ്ടുപിടിക്കേണ്ടി വന്നില്ല. നമുക്ക് മനക്കണക്കായിട്ട് തന്നെ എന്ത് ഉപയോഗിച്ച്? ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് അതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റി. അപ്പൊ അതാണ് നമ്മൾ ഇങ്ങനെയുള്ള റിസൾട്ട് പഠിച്ചിരിക്കുന്നതിലുള്ള ഗുണം. അപ്പൊ നമുക്ക് എത്ര കിട്ടിയ ആൻസർ? 1200 എന്ന് കിട്ടി. അപ്പൊ മനസ്സിലായല്ലോ എങ്ങനെയാ ചെയ്യുന്നതെന്ന്? ആദ്യം ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ അന്ന് എക്സും വൈയും ഇസഡും എല്ലാം സൈഡിലോട്ട് എടുത്ത് എഴുതണം. എന്നിട്ട് ആ റിസൾട്ടിൽ നമ്മൾ എക്സിന്റെയും വൈയുടെയും ഇസഡിന്റെയും വില കൊടുത്താൽ മതി. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട അടുത്തൊരു പ്രോബ്ലം രണ്ടാമത്തെ കണക്ക് പറയുന്നില്ല. 15 ഗുണം 4 3 പ്ലസ് 5 ഗുണം 4 3. എന്ത് കണ്ടുപിടിക്കുക? 15 ഗുണം 4 3 പ്ലസ് 5 ഗുണം 4 3ന്റെ വില എത്ര ആണെന്ന് കണ്ടുപിടിക്കുക. അപ്പൊ ഇതും നമുക്ക് തന്നിരിക്കുന്ന അതേ ഫോമിൽ തന്നെ കിടക്കുമല്ലേ. XZ പ്ലസ് YZ എന്ന് പറയുന്ന ഫോമിലാണ് എന്ത് കിടക്കുന്നത്? ഈ ഒരു കണക്കും കിടക്കുന്നത്. അപ്പൊ എക്സും വൈയും ഇസഡും എല്ലാം ഇതിനകത്ത് നിന്ന് കണ്ടുപിടിക്കാമല്ലോ. എക്സിന്റെ ഭാഗത്ത് എന്താ കിടക്കുന്നത്? 15. ഇസഡിന്റെ ഭാഗത്തോ 4 3. വൈയുടെ ഭാഗത്തോ 5 ആണല്ലോ. അപ്പൊ ഇനി നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? X പ്ലസ് വൈ ഇൻറ്റു ഇസഡ് എന്ന് മാറ്റി എഴുതാമല്ലോ. അപ്പൊ X പ്ലസ് വൈ 15 അധികം 5 ഗുണം 4 3. 15 അധികം 5 ഗുണം 4 3. 15ന്റെ കൂടെ 5 കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 20 ആണല്ലോ. അപ്പൊ 20 ഗുണം 4 3. 20
20 ഗുണം 4 3. അപ്പോൾ ഇവിടെ 20 4 കൂടെ ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ ഒരു വട്ടം 5 വട്ടം. 5 ഗുണം 4 അല്ലേ 20. അപ്പോൾ 4 20നെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് വെട്ടിക്കളയാം. വെട്ടിക്കളഞ്ഞാൽ എന്ത് കിട്ടും? 5 ഗുണം 3 15 എന്ന്. ഓക്കെ ആണോ? ആൻസർ എത്ര കിട്ടി? 15 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വന്നില്ല, നമുക്ക് അത് കുഴിച്ചു നോക്കി സമയം കളയേണ്ടി വരുന്നില്ല. നമുക്ക് മനക്കണക്കായിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ആൻസറിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നുണ്ട്. എന്തുകൊണ്ട്? ഈ ഒരു റിസൾട്ട് നമുക്ക് അറിയാവുന്നതുകൊണ്ട്. അപ്പോൾ ഓക്കെ ആണല്ലോ. രണ്ട് കണക്ക് നമ്മൾ ചെയ്തു ഈ ഒരു ആദ്യത്തെ ഒരു റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ട്. മൂന്നാമത്തെ കണക്ക് ഞാൻ ഹോംവർക്ക് ആയിട്ട് തരാം. ക്വസ്റ്റ്യൻ ഇതാണ്. ഹോംവർക്ക് ക്വസ്റ്റ്യൻ 3/1 ഗുണം 20 3/1 ഗുണം 20 പ്ലസ് 3/2 ഗുണം 20. ഏതാണ് ക്വസ്റ്റ്യൻ? 3/1 ഗുണം 20 പ്ലസ് 3/2 ഗുണം 20. അപ്പോൾ ഇതിന്റെ ആൻസർ എന്തായിട്ട് ചെയ്യുക? ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. നമ്മൾ ഏത് ഫോമിൽ കിടക്കുക? xz പ്ലസ് yz എന്ന് പറയുന്ന ഫോമിൽ കിടക്കുക. നമ്മൾ എങ്ങനെ റീറൈറ്റ് ചെയ്യാം? x പ്ലസ് y ഇൻറ്റു z എന്ന ഫോമിലേക്ക് ഇങ്ങനെ റീറൈറ്റ് ചെയ്യാം. ഇതിന് എന്തെടുത്ത് എഴുതുക? x y z എല്ലാം എടുത്ത് എഴുതിയിട്ട് എന്ത് കൊടുത്താൽ മതി? ഈ ഇക്വേഷനിൽ എന്തിന്റെ വില കൊടുത്താൽ മതി? x ന്റെയും y യുടെയും z ന്റെയും വില കൊടുത്താൽ മതി. ഇവിടെ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രണ്ടും ഭിന്നസംഖ്യകളാണ്. ആ ഭിന്നസംഖ്യകൾ കൂട്ടുന്ന കാര്യം എന്ത് ചെയ്തോണം? ഒന്ന് ഓർത്തെടുത്തോണം. ഭിന്നസംഖ്യകൾ കൂട്ടാൻ നമ്മൾ പഠിച്ചു ഓർമ്മയുണ്ടല്ലോ. ഇവിടെ രണ്ടിന്റെ ഛേദം സെയിം ആണ്. അപ്പൊ ഛേദം സെയിം ആയിട്ടുള്ള സംഖ്യ ഡിനോമിനേറ്റർ സെയിം ആണ്. ഡിനോമിനേറ്റർ സെയിം ആയിട്ടുള്ള സംഖ്യകൾ കൂട്ടുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ഓർത്തെടുത്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഇതിന്റെ ആൻസർ ചെയ്യാൻ. അപ്പൊ നമ്മൾ പഠിച്ച ആദ്യത്തെ റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ട് ടെക്സ്റ്റിൽ 3 പ്രോബ്ലം ആണുള്ളത്. അത് 2 എണ്ണം നമ്മൾ ചെയ്തു, ഒരെണ്ണം എന്ത് ചെയ്യുക? ഹോംവർക്ക് ആയിട്ട് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ രണ്ടാമത് പഠിച്ച റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലം ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ ബോർഡിലേക്ക് എഴുതിയ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ച രണ്ടാമത്തെ റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് 65 into 11 minus 55 into 11. എന്ത് കണ്ടുപിടിക്കണം? 65 ഗുണം 11 നിന്ന് എന്ത് കുറയ്ക്കണം? 55 ഗുണം 11 കുറയ്ക്കണം. അപ്പൊ ഇങ്ങനെ പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കും? 65 ഗുണം 11 കണ്ടുപിടിക്കും, 55 ഗുണം 11 കണ്ടുപിടിക്കും. അവ തമ്മിൽ കുറയ്ക്കും. പക്ഷെ നമുക്ക് 65 ഗുണം 11 ഗുണിച്ചെടുക്കുക എന്നുള്ളത് കുറച്ച് സമയം എടുക്കുന്ന പരിപാടിയാണ്. പക്ഷെ നമുക്ക് ഇതിന് എന്ത് ചെയ്യണം? ഷോർട്ട് കട്ട് ആയിട്ട്, നമുക്ക് ഷോർട്ട് കട്ട് അല്ല, ഒരു എളുപ്പ വഴി നമുക്ക് മനക്കണക്കായിട്ട് ചെയ്യുന്ന രീതിയിലേക്ക് ചെയ്യണം. അപ്പൊ നമ്മൾ രണ്ടാമത്തെ റിസൾട്ട് എന്താ പറയുന്നത്? xz മൈനസ് yz എന്ന് പറയുന്നത് x മൈനസ് y ഇൻറ്റു z ന് തുല്യമായിരിക്കും. എന്താ? xz മൈനസ് yz എന്ന് പറയുന്നത് x മൈനസ് y ഇൻറ്റു z ന് തുല്യമായിരിക്കും. അപ്പൊ ഇവിടെ x ഉം y ഉം z ഉം എല്ലാം നമുക്ക് അറിയാലോ. x ന്റെ ഭാഗത്ത് എന്താ കിടക്കുന്നത്? 65. z ന്റെ ഭാഗത്ത് എന്താ കിടക്കുന്നത്? 11. y യുടെ ഭാഗത്ത് എന്താ കിടക്കുന്നത്? 55. അപ്പൊ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനെ ഈ ഒരു ഫോമിലേക്ക് റീഅറേഞ്ച് ചെയ്ത് എഴുതാലോ. അപ്പൊ എങ്ങനെ എഴുതാം? which is equal to 65 minus 55 into 11 എന്ന് എഴുതാം. എഴുതാം 65 മൈനസ് 55 ഗുണം 11 എന്ന് എഴുതാം. 65-ൽ നിന്ന് 55 പോയി കഴിഞ്ഞാൽ എത്ര കിട്ടുന്നത്? 10 അല്ലേ കിട്ടുന്നത്. അപ്പൊ ഇതെങ്ങനെ റീറൈറ്റ് ചെയ്യാം? 10 ഗുണം 11. 10 ഗുണം 11 എത്ര? 11നെ 10 കൊണ്ട് ഗുണിക്കാൻ വേണ്ടി, ഏതൊരു സംഖ്യയും 10 കൊണ്ട് ഗുണിക്കാൻ വേണ്ടി ആ സംഖ്യയുടെ റൈറ്റ് പാർട്ട് എന്ത് കൊടുത്താൽ മതി? ഒരു 0 കൊടുത്താൽ മതിയല്ലോ. അപ്പൊ 110 എന്ന് കിട്ടും. അപ്പൊ ആൻസർ എത്ര കിട്ടി? 65 ഗുണം 11 മൈനസ് 55 ഗുണം 11 എത്രന്ന് കിട്ടി? 110 എന്ന് കിട്ടി. അപ്പൊ ഓക്കെ ആണല്ലോ. ആ ഒരു മെത്തേഡ് നമുക്ക് ഈസി ആണല്ലോ. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട രണ്ടാമത്തെ കണക്ക് പറയുന്നത് ഫൈനലി ഫോളോയിങ് അടുത്ത കണക്ക് 2.5 into 23 minus 1.5 into 23. എന്ത് കണ്ടുപിടിക്കുക? 2.5 into 23 minus 1.5 into 23. നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ആദ്യമേ 2.5നെ എന്തിലേക്ക് മാറ്റണം? 2.5 എന്ന് പറയുന്നത് എന്ത് ഫോമിൽ കിടക്കുക? മിക്സഡ് ഫ്രാക്ഷൻ, വിഷമ ഭിന്ന രീതിയിൽ കിടക്കുക. അറിയാലോ. 2.5 എന്ന് പറയുമ്പോൾ തന്നെ എന്ത് ഫോമിൽ കിടക്കുക? മിക്സഡ് ഫ്രാക്ഷനിൽ കിടക്കുക. അതിനെ നമ്മൾ എന്തിലേക്ക് മാറ്റണം? സാധാരണ ഭിന്നത്തിലേക്ക് മാറ്റണം. അതുകൊണ്ട് 1.5നെ എന്തിലേക്ക് മാറ്റണം? സാധാരണ ഭിന്നത്തിലേക്ക് മാറ്റണം. എന്നിട്ട് 23 കൊണ്ട് ഗുണിക്കണം. അതാണ് നമ്മൾ നോർമലി നമ്മൾ സാധാ ചെയ്യുന്ന മെത്തേഡ്. പക്ഷെ നോക്കി, നമുക്ക് ഈ ഒരു റിസൾട്ട് അറിയാവുന്നത് കൊണ്ട് ഇവിടെ x ന്റെ ഭാഗത്ത് എന്താ കിടക്കുന്നത്? 2.5 ആണല്ലോ. z ന്റെ ഭാഗത്തോ 23, y യുടെ ഭാഗത്തോ
1.5. അപ്പോൾ നമുക്ക് ആ ഒരു ഫോമിലേക്ക് റീറൈറ്റ് ചെയ്ത് എഴുതുമ്പോൾ 2.5 മൈനസ് 1.5 ഇൻറ്റു 23 എന്നായി മാറത്തില്ലേ? എന്തായിട്ട് മാറും? 2.5 മൈനസ് 1.5 ഇൻറ്റു 23 എന്നായിട്ട് മാറും. 2.5 എന്ന് വെച്ച് കഴിഞ്ഞാൽ 2.5, 1.5 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1.5. 2.5-ൽ നിന്ന് 1.5 പോയി കഴിഞ്ഞാൽ എത്ര കിട്ടുന്നത്? 2.5-ൽ നിന്ന് 1.5 പോയി കഴിഞ്ഞാൽ 1 അല്ലേ കിട്ടുന്നത്? അപ്പൊ ഇതെങ്ങനെയായിട്ട് മാറും? 1 ഗുണം 23 സമയം എത്ര എന്ന് കിട്ടും? 23 എന്ന് കിട്ടും. നമുക്ക് എന്താക്കേണ്ടി വന്നില്ല, ഇവിടെ തന്നിരിക്കുന്ന മിക്സഡ് ഫ്രാക്ഷനെ നമുക്ക് മറ്റു ഫോമുകളിലേക്ക് അങ്ങ് മാറ്റി സമയം കളയേണ്ടതായിട്ട് വന്നില്ല. നമുക്ക് എന്തെന്ന് കിട്ടി? ആൻസർ 23 എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ രണ്ടാമത് പഠിച്ച റിസൾട്ടായിട്ട് ബന്ധപ്പെട്ട് 2 കണക്കുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? ഇനി ഒരു കണക്കും കൂടി ചെയ്യുന്നുണ്ട്. ഒരു കണക്ക് ഹോംവർക്കായിട്ട് തന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം? ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിപ്പിക്കാം. അപ്പോൾ മൂന്നാമത്തെ കണക്ക് ഇതാ ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. ഫൈൻഡ് ദി ഫോളോയിങ്ങിലുള്ള 30.5 ഇൻറ്റു 40 മൈനസ് 3.5 ഇൻറ്റു 40. എന്താണ് വിളിക്കുക? 30.5 into 40 minus 3.5 into 40. ഇതിന്റെ പേര് എന്താണ് കണ്ടുപിടിക്കുക? നമ്മളുടെ ഈ മെത്തേഡ് വെച്ച് xz minus yz is equal to x minus y into z എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ച് കണ്ടുപിടിക്കും. അപ്പൊ നമ്മുടെ ചാപ്റ്റർ ഇവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് ഇതിനകത്ത് പഠിച്ചത്? കുറെ സംഖ്യകളും ആ സംഖ്യകളുടെ മാറാത്ത ബന്ധങ്ങളും. ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ xz minus yz ഏത് സംഖ്യ കൊടുത്താലും ഈ ബന്ധം എന്ത് ചെയ്യുന്നില്ല? മാറുന്നില്ല. xz minus yz എന്തിന് തുല്യമായിരിക്കും? x minus y into z എന്ന് പറയുന്ന സംഖ്യയ്ക്ക് തുല്യമായിരിക്കും. അങ്ങനെ കുറെ ബന്ധങ്ങളാണ്, സംഖ്യകൾ തമ്മിലുള്ള ബന്ധങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തത്? ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചത്. നമ്മൾ 7ഓളം റിസൾട്ടുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ 7 റിസൾട്ടുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഏത് ഒരു പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ ഏത് റിസൾട്ട് ഉപയോഗിച്ചാണ് അതിന്റെ ആൻസർ കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് നമ്മൾ കുറെ പ്രോബ്ലങ്ങൾ ചെയ്ത് എന്ത് ചെയ്യണം? മനസ്സിലാക്കി എടുത്തോണം. അപ്പോൾ നമുക്ക് ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. താങ്ക് യു.